കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വന്നേക്കുന്നത്. വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെയൊക്കെ കൺമുൻപിൽ അദ്ദേഹം കാണപ്പെട്ട ഒരു ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്ന ആളാണ്. കാരണം എത്രയോ ആളുകളുടെ ജീവിതത്തിൽ വരുമാന മാർഗമായി മാറിയിരിക്കുന്ന ഒരു വ്യക്തി, എത്രയോ ആളുകളുടെ ജീവിതം ഇന്ന് കരിപ്പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് മേഖലകൾ തുറന്നു കൊടുത്ത ഒരു വ്യക്തി. അതിലുപരി അദ്ദേഹം ചെയ്ത നന്മകൾ ഒരുപക്ഷെ നിങ്ങൾ മീഡിയാസ് ഇന്ന് ഇവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തു. അത് പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഓരോ ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂ ആണ്. എന്ത് കാരണമാണോ അതിനെക്കുറിച്ച് ചിന്തിക്കണം അല്ലേ. ഇപ്പം കോടതി പറയുന്നത് കോടതിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, കോടതി നിയമം എന്ന് പറയുന്നതിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നർമ്മരസം കലർന്ന സാധാരണഗതിയിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മീഡിയ ആണല്ലോ മൂവി. ഈ മൂവിയിൽ ഈ സിനിമാ നടന്മാർ അഭിനയിക്കുന്ന തിരക്കഥകൾ എഴുതി വെക്കുന്ന കാരണം ദ്വയാർത്ഥമുള്ളതല്ലേ? ഈ ഫാമിലിയായിട്ട് പോയിരുന്ന് കാണുന്നത് എത്രയോ കുടുംബങ്ങളിൽ മക്കൾ പറയുന്നില്ലേ എന്തുകൊണ്ട് ആ തിരക്കഥാകൃത്തിനെതിരെ അഭിനയിക്കുന്ന ആ നടനെതിരെ അല്ലെങ്കിൽ അത് സംവിധായകനെതിരെ ഇവിടെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ടാകാം. ഇവിടെ ചോദിച്ചോട്ടെ, നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ. അദ്ദേഹം അത് പറയുന്ന സമയത്ത് കൈ നീട്ടി കറങ്ങി അടിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലെല്ലാം തീർച്ചയായിട്ടും ആയിരിക്കാം. അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു എത്രയും കാണുകയുള്ളൂ. ബോബി സാറ് വിളിച്ചു. ബോബി സാറിന്റെ ഒരു സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം, അദ്ദേഹം ഒരു സിനിമാ നടിയെ ഉപമിച്ചുകൊണ്ട് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുന്തി ദേവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുന്തി ദേവി തന്നെയാണ്. അത് എടുക്കുന്ന ഓരോ ആളുകളുടെ ആംഗിളാണ്. അത് കൃത്യമായി വിയോജിപ്പ് ആ നടി രേഖപ്പെടുത്തിയതാണ്. പക്ഷെ പിന്നീടും ആ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്ഥാപനവുമായി സഹകരിക്കാൻ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പക്ഷേ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് സോഷ്യൽ മീഡിയാസ് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. ഈ പറയുന്ന നടിയുടെ കയ്യിൽ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലോ. എന്നെ ഇതുപോലെ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ചൂഷണം ചെയ്യുന്ന രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ നിരന്തരമായിട്ട് എന്നെ അവർക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നിലവിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം ഉൾപ്പെടെ ഉണ്ട് എന്ന് തന്നെയാണ്. ശക്തമായ ബോബി സാർ വരുന്നുള്ളൂ. ഇല്ല ആയിട്ടില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു 6 ദിവസം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ പല ആളുകളും പറയുന്നുണ്ടാകും അദ്ദേഹം തെറ്റ് ചെയ്തു. അത് ഇപ്പോഴും പറയുന്നു, ഓരോ വ്യക്തിയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കാം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ ഇന്ന് കേരളത്തിലുള്ള ഞാനടക്കമുള്ള നിരവധി മലയാളികൾ സാറ് പറഞ്ഞതുപോലെ ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിനേക്കാൾ വലിയ കോടീശ്വരമായ കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടോ ഗ്ലാമർ കണ്ടിട്ടോ അല്ല, അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മ കണ്ടിട്ടാണ്. അപ്പൊ പിന്നെ ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് മനുഷ്യനായിട്ട് ജനിച്ച് ഏതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെയ്ത തെറ്റ് തിരിച്ചറിയുക, അതിന് എന്താണ് ആ തിരിച്ചറിവിൽ അദ്ദേഹം അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. ആ ഒരു മാപ്പിൽ ഒതുക്കാവുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു സങ്കീർണമായ വിഷയത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന്റെ പിറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിനെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് എത്തിയിട്ടുള്ളത്. താങ്ക് യു. നമസ്കാരം. എൻ്റെ പേര് സുലേഖ. ഒരു 25 വർഷത്തിന് മുൻപ് നമ്മൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഇന്നത്തെ ബോച്ച് ഞങ്ങളൊക്കെ ഒരുപാട് ചാരിറ്റിയുടെ കാരുണ്യത്തിന്റെ തലങ്ങളിലൂടെ പോകുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സമയത്തിന് അവിടെ ആ ഒരു കർമ്മം ഏറ്റവും നന്മയിലൂടെ ചെയ്തു കൊടുക്കുന്ന വ്യക്തിത്വം. ഇവിടെ നമ്മൾക്ക് ഇന്ന് ഞാൻ ഒരുപാട് വർഷത്തിന് ശേഷമാണ് സാറിന്റെ മുൻപിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിൽ ഏറ്റവും നന്മ ചെയ്യുന്ന മാം പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ, വലിയ വലിയ മനസ്സരൊക്കെ ഉണ്ട്. പക്ഷേ സുമനസ് അത് ഓരോ കുടുംബത്തിലേക്കും, ഇപ്പൊ ഇവിടെ സാറും പറഞ്ഞു എന്താണ് ജോലി, വരുമാനം, അതേപോലെ തന്നെ രോഗി, അവർക്ക് ആ സമയത്തിന് ഒരു ഹോസ്പിറ്റലൈസേഷൻ, ഒരു എന്താ പറയാ ഒരു വിവാഹം, ഒരു കുഞ്ഞിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു കുടുംബം, അവിടേക്ക് വിവാഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന, ഇവിടെ ഒരു കുടുംബത്തിൽ ഭവനമില്ലാത്ത ആ കുടുംബത്തിന് ആ സമയത്ത് ഭവനം എന്താണ് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തി അവിടെ ആ ഒരു സമാധാനം പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യക്തിത്വം. കുറെ വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് അല്ലമ്മേ, പക്ഷെ അപ്പോഴും കോടതി വരെ അതിലേക്ക് വരാം.
വർഷങ്ങൾക്ക് മുൻപ് ചെറിയ കാരണം സാർ ഇന്നിപ്പോ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാട് എന്താ പറയാ വ്യാപകമായി. പക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഇല്ല. ആ സമയത്ത് സാറിന്റെ നമ്മളൊരു കാര്യത്തിന് സാർ ഒരു കാരുണ്യ പ്രവർത്തിക്ക് ഒരു കുടുംബത്തിൽ വന്നാൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വന്നാൽ 10 പേർക്ക് ചെയ്യുന്ന സമയത്ത് സാറിന്റെ വായിൽ നിന്ന് വരുന്ന നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുമോ അറിയില്ല, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. വായിൽ നിന്ന് വരുന്ന നമ്മുടെ ബഹുമാന്യായ മുൻ വനിതാ കമ്മീഷൻ ജസ്റ്റിസ് ശ്രീദേവി മാം അവർ പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ഫ്രണ്ട് ആയിരുന്നു, സാക്ഷി ഞാനാണ്. എന്താ പറയാ, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളാണ്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ മനസ്സിന് വേറെ ഒരു ചിന്തയുമില്ല, വേറെ ഒരു ദുർചിന്തയില്ല. വിടുവായിത്തം ചിലവരുടെ ജന്മനാ ഉള്ളതാണ് അത് വൈകല്യം. ഇല്ല, എന്തും പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പറയുന്ന ആ വിഷ്വല് ഈ 3 പേരിലാണ് പിടിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അതിനുശേഷം അല്ലെ, നമ്മളിത് കൂടുതൽ പറയില്ല. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ബോധ്യപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല. ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ മീഡിയാസിന് കോടതി വരെ ഇന്ന് തെറ്റുകാരനാണെന്ന് കണ്ടെത്തി. ഇല്ല, കോടതി തെറ്റുകാരനെന്ന് കണ്ടെത്തിക്കോട്ടെ, അതൊക്കെ താൽക്കാലികമാണ് മാം. അതിനൊന്നും സ്ഥിരതയില്ല മാം. ഉറപ്പായിട്ടും പറയണ്, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം. ഉറപ്പാണ് കാര്യത്തില് സ്ഥിരതയില്ലാത്ത ഒരു കോടതിയുടെ ഇതാണ് സാറേ. കോടതി തെറ്റെന്ന് പറഞ്ഞു, അത് ശരി. എത്രയോ തെറ്റ് ചെയ്യുന്നവരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ വിലസുന്നു. ആ മനുഷ്യൻ ജീവന് വിലയില്ലാതെ അവരെ നിഷ്കാരുണ്യം കൊന്നേച്ച് അവരിന്ന് ജനകീയ ഭരണത്തിന്റെ പേരിൽ ഇന്ന് രാജ്യത്ത് വിലസുന്നു. എന്നിട്ട് ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്നത് പോലെ ഈ മനുഷ്യനെ കൊണ്ടുപോകുന്നു. അതെന്തൊരു ന്യായമാണ്? അതാണോ ഈ ജനകീയ ഭരണത്തിൽ നമുക്ക് ആവശ്യം? ഇന്ന് അയാളുടെ സ്ഥിതി അതായപ്പം ഒരു സാധാരണ മനുഷ്യന്റെ കാര്യം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ച്. അപ്പൊ എന്ന് പറഞ്ഞത് ഇത് ഇന്നലെ ഉണ്ടായ ലോകാരംഭം മുതലേ ഉള്ളതാ. അത് ഇവിടെ സാത്താന്റെ ഭരണം നടത്തുന്നു, അതിപ്പോഴും ആർത്തലച്ച് നടത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തോട് പ്രാർത്ഥിക്കല്ലാതൊന്നുമില്ല. പക്ഷെ നിരപരാധികളെ കൊണ്ടുപോകുന്നു. ഈ മനുഷ്യൻ ഇത്ര ചാരിറ്റി പ്രവർത്തനം ചെയ്തിട്ട് അയാളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നു. അത് ക്ഷമിക്കാൻ പറ്റുന്നതാണോ? അതെ.